മലപ്പുറം ജില്ലാ കലോത്സവത്തിന്റെ ഒന്നാമത്തെ വേദിയിലുള്ള ദൃശ്യങ്ങളാണിത്. ഒന്നാമത്തെ വേദിയിൽ ഇന്ന് നടക്കുന്നത് കോൽക്കളി മത്സരമാണ്. ഇത് സംബന്ധിച്ച് ചില പരാതികൾ പറയുന്നുണ്ട്, നമുക്ക് ചോദിച്ചറിയാം. എന്താണ് മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തില് കോൽക്കളിക്ക് സജ്ജമാക്കിയ വേദി തന്നെ ആദ്യം പ്രശ്നമായിരുന്നു. വേദി 13 കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സിമന്റ് തറയുടെ വേദി അല്ലാത്തതിനാൽ പല സ്കൂളുകളും കംപ്ലൈന്റ് കൊടുക്കുകയും അതിന്റെ പേരിൽ സിമന്റ് തറയുടെ വേദിയിലേക്ക് കോൽക്കളി മാറ്റുകയും ചെയ്തു. എന്നാൽ ശബ്ദ സംവിധാനം വളരെ മോശമായിട്ടാണ് നടക്കുന്നത്. മത്സരത്തിൽ വിധികർത്താക്കൾക്ക് വിധി നിർണ്ണയം നടത്തണമെങ്കിൽ വ്യക്തമായ മുൻപാട്ടും പിൻപാട്ടും കേൾക്കേണ്ടതുണ്ട്. ആ മുൻപാട്ടും പിൻപാട്ടും കേൾക്കുന്ന തരത്തിലുള്ള ഒരു ശബ്ദ സംവിധാനമോ അതിന്റെ കോലടക്കം കൃത്യമായ ഇറമ്പനയുടെ കോലിൽ കണഞ്ഞെടുത്ത മാപ്പിളപ്പാട്ടിന്റെ ഈരടികൾക്കൊത്ത് കോലടിച്ച് മുന്നേറുമ്പോഴാണ് വിധികർത്താക്കൾക്ക് അതിൽ തക്കമായ രീതിയിൽ വിധി നിർണ്ണയം നടത്താൻ കഴിയുക. അതിന് പറ്റുന്ന തരത്തിൽ പോലും ക്ലാരിറ്റി ഇല്ലാത്ത പാട്ട് ഏതാണ്, അടി ഏതാണ്, പെണ ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലല്ലാത്തൊരു ശബ്ദ സംവിധാനം സെറ്റ് ചെയ്ത് മത്സരാർത്ഥികൾക്ക് 2 തവണ അവർക്ക് കേൾക്കാത്തത് കൊണ്ട് തന്നെ കളി പ്രശ്നമായി കൊണ്ടിരിക്കുകയാണ്. കഠിന പരിശീലനത്തിൽ 6 മാസത്തെ പരിശീലനത്തിനൊടുവിലാണ് ഇത്തരത്തിലൊരു വേദിയിലേക്ക് കയറുന്നത്. പുസ്തക പൂജ, ആയുധ പൂജ, ഓണം വെക്കേഷൻ തുടങ്ങി എല്ലാ അവധി ദിവസങ്ങളിലും സ്കൂളിൽ വന്നുകൊണ്ടാണ് ഇവർ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇത്തരം എഫേർട്ട് എടുത്തിട്ട് ഇത്തരത്തിലൊരു വേദി, കുട്ടികൾക്ക് ഇതൊരു വേദി മാത്രമാണ്. സംഘാടകർക്ക് എങ്ങനെയെങ്കിലും ഈ പ്രോഗ്രാം നടത്തി തീർക്കുക എന്നേ ഉള്ളൂ. അവരുടെ ഡ്യൂട്ടി തീർക്കുക എന്നൊരു കടമ മാത്രമേ ഉള്ളൂ. ശരിക്കും ഇത് മാനസിക സമ്മർദ്ദം കൊണ്ട് കുട്ടികളെ കളിപ്പോൾ വേദിയിൽ തെറ്റിപ്പോയി. ഇത്ര മാസത്തെ കഠിന പ്രാക്ടീസിനൊടുവിൽ അവർ ആശിച്ചു വന്ന മലപ്പുറം ജില്ലയിൽ ഒരു വേദിയിൽ നിന്ന് 1ാം സ്ഥാനം നേടി സെലക്ട് ചെയ്യപ്പെട്ട ടീമാണ് ഈ ഒരു വേദിയിൽ എത്തുന്നത്. അവർ ഇത്രത്തോളം ആശിച്ച് വന്ന് ഈ വേദിയിൽ അവർക്ക് മികവുറ്റ രീതിയിൽ ഒന്ന് പെർഫോം ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ശബ്ദ സംവിധാനം ഒരുക്കാൻ സംഘാടകർക്ക് കഴിഞ്ഞില്ല എന്നത് വളരെ മോശമാണ്. മത്സരം കളിക്കുന്നതിനിടയിൽ മത്സരാർത്ഥികൾ നിർത്തിവെച്ചു. ഇനി കളിക്കണമെങ്കിൽ ഈ ശബ്ദ സംവിധാനം പുനർക്രമീകരിച്ചാൽ മാത്രമേ കളിക്കാൻ കഴിയുള്ളൂ. ഒന്നാമത്തെ വേദിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ വേദിയിൽ കോൽക്കളി മത്സരം നടക്കുന്നതിനിടെ ശബ്ദത്തിൽ പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ താളം ചവിട്ടുന്നതും കൊട്ടുന്നതും ഒന്നും പുറത്തേക്ക് കേൾക്കാത്ത രീതിയിൽ വിധി നിർണയം കൃത്യമായി നടക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇവിടുത്തെ ക്രമീകരണങ്ങൾ ഉള്ളത് എന്നാണ് നമുക്ക് കിട്ടുന്ന പരാതികൾ. ഒരു മലപ്പുറം ജില്ലാ കലോത്സവം പോലെയുള്ള ഒരു കലോത്സവ വേദിയിൽ ഇത്തരത്തിലുള്ള സംഘാടനം, ഇത്തരത്തിൽ ഇങ്ങനെ മൈക്ക് സംവിധാനങ്ങൾ ക്ലിയർ അല്ലാത്ത രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയത് ഏറ്റവും വലിയ ഒരു പോരായ്മയാണ് എന്നാണ് ഇവിടെയുള്ള എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. അതിന്റെ ചില പ്രശ്നങ്ങളാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. മലപ്പുറം ജില്ലാ കലോത്സവം പുരോഗമിക്കുമ്പോൾ വേദി 1 കോൽക്കളി മത്സരമാണ് തുടർന്നുകൊണ്ടിരുന്നത്. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ കോൽക്കളി മത്സരം നിർത്തേണ്ടി വന്നു. അത് സംബന്ധിച്ച ചില പ്രതികരണങ്ങളുമായി ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട്, നമുക്ക് ചോദിച്ചറിയാം. എന്റെ പേര് ഷഫീഖ്, ഗുരുക്കളാണ്, പാലക്കാടാണ് സ്ഥലം. ഇപ്പൊ നമ്മളിവിടെ കോൽക്കളി HSS തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ മൈക്കിന്റെ പ്രശ്നം കംപ്ലൈന്റ് ചെയ്തിരുന്നു. അവരത് മൊബൈലിലേക്ക് എടുത്തില്ല. കോഡ് ലെറ്റർ 5 കയറി കഴിഞ്ഞപ്പോൾ പാട്ട് മൊത്തത്തിൽ സ്റ്റോപ്പായി പോയി. ലാസ്റ്റ് നമ്മൾ സ്റ്റേജിന്റെ മേലെ കയറി ഇടപെട്ട്, നമ്മൾക്ക് ഇവിടെ ടീമൊന്നും ഇല്ല, പക്ഷെ നമ്മൾ കളി കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷെ കുട്ടികൾ 4-5 മാസം കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് വരുന്നത്. അതും സബ് ജില്ലാ കലോത്സവമാണെങ്കിൽ നമുക്ക് പിന്നെയും കുഴപ്പമില്ല. ഇത് റവന്യൂ മത്സരം അല്ലേ, സംസ്ഥാന തലത്തേക്ക് നല്ലൊരു ടീമാണ് ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ തക്കതായ രീതിയിൽ തന്നെ എല്ലാ പരിശീലകരും നമ്മളും പോയി സ്റ്റേജ് മാനേജറെ കണ്ട് കംപ്ലൈന്റ് ചെയ്ത് നമ്മൾ ആ പരിപാടി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിലവിലിപ്പോ അവർ കമ്മിറ്റി അറിയിച്ചിട്ടുള്ളത് 4 ടീം കളിച്ചു പോയിട്ടുണ്ട്. അവർക്ക് ഇനി കളിക്കണമെങ്കിൽ കളിക്കാം. അവസാനമാണ് അവർ കളിക്കാൻ അവസരം കൊടുക്കുന്നത്. ഇനി മൈക്ക് ക്ലിയർ ആക്കിയതിന് ശേഷം പരിപാടി റീസ്റ്റാർട്ട് ചെയ്യുമെന്നുള്ള കാര്യമാണ് നമ്മളിപ്പോ അറിയിച്ചിട്ടുള്ളത്. അപ്പോ എന്താണ് തക്കതായ സമയത്ത് നമുക്ക് ആ പരിപാടിന്റെ അതിൽ ഇടപെടാൻ പറ്റിയെന്നുള്ളതാണ് ഒരു വലിയൊരു ഭാഗ്യം. കുട്ടികളല്ലേ, ഏതായാലും നല്ല രീതിയിലുള്ള തീരുമാനമാണല്ലോ അല്ലെ സംഘാടകരുടെ? തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ മിക്ക സംഘാടകരും എന്തെങ്കിലും ഉടക്കാണ് പറയുക. കാരണം വെച്ചാൽ പരിപാടി തുടങ്ങിയിട്ടേ ഇനി ഹയർ സെക്കൻഡറി കഴിഞ്ഞ് ഹൈസ്കൂളിൽ കളിക്കാനുള്ളതാണ്. അപ്പൊ നല്ലൊരു തീരുമാനമാണ്. പിന്നെ എല്ലാ മക്കളും നല്ലപോലെ കളിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. നമ്മൾ പരിപാടി കാണാൻ വേണ്ടി നമ്മൾ ജോലിയൊക്കെ ഒഴിവാക്കിയിട്ട് ഇവിടെ വന്നിട്ടുള്ളതാണ് പരിപാടി കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് നല്ല മത്സരം കാണണം. ഞാൻ പാലക്കാടാണ്. നമ്മളോട് പറഞ്ഞത് കോൽക്കളി മത്സരം നിർത്തിവെക്കേണ്ടി വന്നാലും സംഘാടകർ വളരെ നല്ല തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. അവര് ഇനി കളിച്ചവർക്കും വീണ്ടും അവസരം കൊടുക്കാൻ തയ്യാറായിക്കൊണ്ട് മൈക്ക് വളരെ ഭംഗിയായി സെറ്റാക്കി കുറച്ചു സമയത്തിനകം തന്നെ നമുക്ക് മത്സരം പുനരാരംഭിക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് അറിയിച്ചിട്ടുള്ളത്. അതിൽ കാണികൾ എല്ലാവരും സംതൃപ്തരാണ് എന്നാണ് അവർ നമ്മളോട് പങ്കുവച്ചത്. KL 71 തത്സമയ ദൃശ്യങ്ങൾ തുടരുന്നു.